അത് കാലങ്ങളായിട്ടുള്ള ഒരു പതിവാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ പാർട്ടി പ്രവർത്തകന്മാരും പാർട്ടി ഘടകങ്ങളൊക്കെ സ്ഥാനാർത്ഥികളെയും കൊണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് അവരവരുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ന് നിങ്ങൾ രാവിലെ മുതൽ കണ്ടതാണല്ലോ. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇതിവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് എല്ലായിടത്തും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സങ്കീർണമായിട്ടുള്ള ചില പഞ്ചായത്തുകളുണ്ടാവും, മുനിസിപ്പാലിറ്റികളുണ്ടാവും. അവിടെയൊക്കെ തന്നെ നോമിനേഷന്റെ അവസാന ഘട്ടം വരെ പ്രശ്നങ്ങൾ നീണ്ടുപോകാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. UDF തലത്തിലുള്ള പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. CPM മറ്റു പാർട്ടികളിൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് ആളുകൾ വരുന്നുണ്ട്. മറ്റു പാർട്ടികൾ സാധാരണക്കാരല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിയുടെ തന്നെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലുള്ള ആളുകൾ തന്നെ രാജിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗിലേക്ക് വന്നു. അവർ പലരും സ്ഥാനാർത്ഥികളാവുന്നുമുണ്ട്. അതൊക്കെ ഒരു പതിവാണ്. ഒരു വീട്ടുമുറ്റം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥികൾ കൊണ്ടുള്ള ഒരു തിരക്കായി മാറുക എന്നുള്ളത് ഒരു കാഴ്ചയല്ല. സത്യത്തിൽ ഇത് ഞങ്ങൾ ആസ്വദിക്കാറാണ്. ഇങ്ങനെയുള്ള ഒന്നായിട്ട് കൂട്ടം കൂടി വന്ന് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഉണ്ടാവുക. ആരുടെയും ഒരു ആശങ്കയോടല്ല വരുന്നത്. ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷത്തോടെ വന്നുകൊണ്ട് സന്തോഷത്തോടെ അവർ തിരിച്ചു പോകുന്നു. ഇനിയിപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ജയിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും, പച്ച അലുവ കരുതി വെക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത്. രണ്ടായിട്ട് വരുന്നവരോ രണ്ട് ഭാഗമായിട്ട് മധ്യസ്ഥ അവസാനം പറയാൻ വേണ്ടി പറഞ്ഞു തീർക്കാൻ വേണ്ടി വരാം. അതെ, അങ്ങനെ ഞാൻ പറഞ്ഞു ഇത്തവണ അത് വളരെ കുറവാണ്. കഴിഞ്ഞ തവണകളൊക്കെ അപേക്ഷിച്ച് ഇത്തവണ വളരെ കുറവാണ്. എന്നാലും ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ അതേക്കുറിച്ച് പഠിക്കാൻ വേറൊരു കമ്മിറ്റിയെ നിയോഗിക്കും. രണ്ട് വിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കും. അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഒരു തീരുമാനം എടുത്തു കൊടുക്കാറാണ് പതിവ്. മിക്കവാറും എല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് പോകാറുള്ളത്.